പ്രിയപ്പെട്ടവരെ, ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. കരുണയുടെ വർഷമിത്. ഒരു കരുണ പുസ്തകം എൻ്റെ കയ്യിൽ. കരുണയെക്കുറിച്ചുള്ള ധ്യാനമാണ് ഹൃദയത്തിൽ നിറയേണ്ടത്. മുസ്ലിം മിസ്റ്റിക്കുകൾ ഒരു സുന്ദരമായ കഥ നമുക്ക് സമ്മാനമായി തന്നിട്ടുണ്ട്. ഒരാൾ വീടും നാടും വീട്ടുകാരെയും എല്ലാം വിട്ട് അള്ളാഹുവിൻ്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഒരു ഗുരുവിനോട് അഭിപ്രായം ചോദിച്ചു. അയാൾ ഉടൻ തന്നെ അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വന്തം പൂന്തോട്ടത്തിലെ ചെടികളൊക്കെ ഉണങ്ങിക്കിടക്കുമ്പോൾ മരുഭൂമിയിൽ വെള്ളമൊഴിക്കാൻ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് സ്വന്തം പൂന്തോട്ടത്തിലെ ചെടികളെ സംരക്ഷിക്കുക കരുണയോടുകൂടി. ഇത് വലിയൊരു സന്ദേശമാണ്. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക, അത് കരുണ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അത് ചെയ്യുന്നതിന് പകരം ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തുവാൻ വേണ്ടി അലയും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കി മാറ്റുക എന്ന ഒരു സന്ദേശം, അതുതന്നെയാണ് കരുണയുടെ വർഷത്തിൽ ധ്യാനമായി മാറേണ്ടത്. ഇനി സുന്ദരമാക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് കരുണ കരകവിയുന്ന ഒരു പുഴയുടെ ഒഴുക്കുണ്ടാകണം. അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുക. എയ്സഡസ് എന്ന പേരിൽ കാരുണ്യത്തിൻ്റെ ഹൃദയ കവാടത്തിലേക്ക് ഒരു ക്ഷണം നടത്തുന്നു. പുസ്തകം മംഗലാപുരം സെമിനാരിയിലെ 2ാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ ഇറക്കിയതാണ്. എഡിറ്ററായി റവറൻഡ് ഡോക്ടർ ജോയ് പൈനാടത്ത്. പുസ്തകത്തിന് സൗന്ദര്യമുണ്ട്. കരുണയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങൾ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കരുണ വർഷത്തിൽ ഇത്തരമൊരു പുസ്തകം കടമെടുക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആദ്യമേ തന്നെ ദൈവത്തെ കരുണയിൽ സമ്പന്നൻ എന്നാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ വിളിക്കുക. അദ്ദേഹം ഇറക്കിയ ചാക്രിക ലേഖനത്തിൻ്റെ പേര് ഡിവേഴ്സ് ഇൻ മിസേരികോർദിയ എന്നാണ്. ഇനി ഫ്രാൻസിസ് പാപ്പ വന്നു കഴിഞ്ഞപ്പോൾ കരുണയുടെ മുഖത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുക. മിസേരികോർദിയെ വോൾത്തോസ്. കരുണയുടെ മുഖം അത് കണ്ടെത്താനും അത് ധ്യാനിക്കാനുമുള്ള ഒരു ആഹ്വാനമാണ് മാർപ്പാപ്പ നടത്തുക. 2ാം വത്തിക്കൻ കൗൺസിൽ തന്നെ കരുണയുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുക. ഇനി മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ശരിക്കും കരുണയുടെ മുഖമായിട്ട് ഒരു വെളിപാട് പോലെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മെ അത്ഭുതപ്പെടുത്തുകയും വിസ്മയിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഇതേ മാറിയിട്ടുണ്ട്. ഇതിലെ ചില അധ്യായങ്ങൾ മാർപ്പാപ്പയെക്കുറിച്ച് തന്നെയാണ്. മാർപ്പാപ്പയുടെ ജീവിതത്തിലെ കുറേ കരുണ ചിത്രങ്ങൾ. ഇദ്ദേഹം മാർപ്പാപ്പയായിട്ട് സ്ഥാനമേൽക്കും മുമ്പ് തന്നെ അദ്ദേഹം കരുണയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മനസ്സിൽ കോറിയിട്ട് കഴിഞ്ഞു. കാരണം പാവങ്ങൾ മറക്കരുതെന്ന് അടുത്തിരുന്ന കർദിനാൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുക. കർദിനാൾ എന്ന നിലയിൽ പാവങ്ങളുടെ കർദിനാൾ എന്നാണ് ഈ പാപ്പായെ എല്ലാവരും വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓർമ്മപ്പെടുത്തലുണ്ടായത്, പാവങ്ങളെയൊന്നും മറന്നു കളയരുത്, റിമെമ്പർ ദ പൂർ, അവരെ ഓർക്കുക. അദ്ദേഹം ഓർത്തു. ഇനി കരുണ കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവൻ എന്നാണ് അദ്ദേഹം സ്വയം വിളിച്ചത്. കരുണ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. കരവാജിയോയുടെ ചിത്രം എപ്പോഴും ധ്യാനമാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മത്തായിയെ ക്രിസ്തു വിളിക്കുന്നു, കർത്താവ് വിളിക്കുന്നു സ്നേഹാർദ്രമായ കണ്ണുകൾ കൊണ്ടും സ്നേഹാർദ്രമായ ഒരു കൈനീട്ടൽ കൊണ്ടും. പക്ഷേ ഈ മത്തായിയുടെ കണ്ണുകൾ അപ്പോഴും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് തൻ്റെ മടിശീലയിലാണ്. ഈ കർത്താവിൻ്റെ കയ്യിലേക്കോ കണ്ണിലേക്കോ വിശാലമായ ആകാശത്തേക്കോ ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴും അയാൾ തൻ്റെ മടിശീലയിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ ശ്രദ്ധ നട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, ഇതുപോലെയാണ് ഞാൻ. കർത്താവ് വിളിച്ചു, കരുണ കൊണ്ട് വിളിച്ചു. കർത്താവ് വീണ്ടും വീണ്ടും ഉയർത്തി, കരുണ കൊണ്ട് ഉയർത്തി, തിരഞ്ഞെടുത്തു. എന്നിട്ടും എനിക്ക് കർത്താവിൻ്റെ കാരുണ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
എന്നിട്ടും എൻ്റെ തമ്പുരാനെ കരുണ കൊണ്ട് നീ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ. ഇങ്ങനെയുള്ളൊരവസ്ഥയിലായിരിക്കാം തോമസ് മേർട്ടൺ ഗാഡ് ഈസ് മേഴ്സി വിതിൻ മേഴ്സി വിതിൻ മേഴ്സി, കരുണയ്ക്കുള്ളിലെ കരുണയാണ് ദൈവം എന്നെഴുതിയത്. അപ്പോൾ ഈ കരുണയെക്കുറിച്ചുള്ള ധ്യാനമാണ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലായി പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കരുണ നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങൾ. മാർപ്പാപ്പ ആയപ്പോൾ തന്നെ അദ്ദേഹം വന്ന് ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ നമിക്കുന്നു, നിങ്ങളെന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് ലോകത്തെ ഞെട്ടിച്ചു. പിന്നെ തൻ്റെ വാസസ്ഥലത്തേക്ക് പോകാൻ വലിയ വാഹനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ മറ്റ് കർദിനാൾമാരോടൊപ്പം അവരുടെ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും ഞെട്ടിച്ചു. തൻ്റെ അംഗരക്ഷകർക്ക് അയ്യോ നിന്ന് തളർന്നല്ലേ ഒന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പിടം മാറ്റിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും അമ്പരപ്പെടുത്തി. തനിക്കിതുവരെ പത്രം നൽകിയിരുന്ന ആളെ ഫോൺ വിളിച്ചിട്ട് കൃത്യമായി പത്രമൊക്കെ തന്നതിന് നന്ദി, ഇനി പത്രം വേണ്ട, കാരണം ഞാനിപ്പോൾ മാർപ്പാപ്പയായി പോയല്ലോ എന്ന് പറയുന്ന മാർപ്പാപ്പ വീണ്ടും കരുണയുടെ ചിത്രമായി മാറി. അദ്ദേഹം പെസഹ വ്യാഴാഴ്ച കാല് കഴുകിയപ്പോൾ സാധാരണഗതിയിൽ അച്ഛന്മാരുടെയും കർദിനാൾമാരുടെയൊക്കെ കാലാണ് മാർപ്പാപ്പമാർ കഴുകാറുള്ളത്. ഇത് ഒരു ജുവനൈൽ ഹോമിൽ ചെന്നിട്ട് അവിടെയുള്ള തടവുപുള്ളികളുടെ കാലുകൾ കഴുകുന്നു. അതിലൊരു സ്ത്രീയുണ്ട്, ഒരു മുസ്ലിമുണ്ട്. ലോകത്തിന് മറ്റൊരു ചിത്രം കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? വേണമെങ്കിൽ എന്തിലും ഒരു സംശയവീക്ഷണമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു ഷോയാണ്, ഒരു സ്റ്റേജ് ഷോയാണെന്നൊക്കെ പറയാം. ഒരാൾക്ക് എത്ര നാൾ അഭിനയിക്കാൻ പറ്റും? ഇത്ര നാളായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അഭിനയിക്കുകയാണ് എന്ന് പറയാനേ വയ്യ. ഈ മനുഷ്യൻ ജീവിക്കുകയാണ്, ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന കരുണയുടെ പുഴ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മാർപ്പാപ്പയെക്കുറിച്ച് വീണ്ടും ധാരാളമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് പുസ്തകത്തിൻ്റെ താളുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് മാർപ്പാപ്പ 2013 സെപ്റ്റംബർ 17 ഒരു കോൺറാഡ് എന്ന സാധാരണ വൈദികനെ ആർച്ച് ബിഷപ്പാക്കിയും ഉപവികാര്യാലയത്തിൻ്റെ മേധാവിയാക്കിയും അപ്പോയിൻ്റ് ചെയ്തു. എല്ലാവരും അല്പം അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം വെറൊരു സാധാരണ പുരോഹിതനായിരുന്നു. ഒറ്റയടിക്ക് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പാക്കി, പിന്നെ വത്തിക്കാൻ്റെ ഉപവികാര്യാലയത്തിൻ്റെ അധ്യക്ഷനുമാക്കി. എന്താണ് ഈ ഫാദർ കോൺറാഡ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം വത്തിക്കാൻ്റെ ഭക്ഷണശാലകളിൽ മിച്ചം വന്നിരുന്ന ഭക്ഷണ സാധനങ്ങൾ തെരുവിലെ പാവങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ മാർപ്പാപ്പ കരുതി ഈ വത്തിക്കാൻ ഉപവികാര്യാലയത്തിൻ്റെ അധ്യക്ഷനായിട്ട് മറ്റാരെയാണ് നിയമിക്കേണ്ടത്? ഇദ്ദേഹത്തെ അല്ലാതെ. കാരണം മിച്ചം വരുന്ന ഭക്ഷണങ്ങൾ പതിവായി പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ തന്നെയല്ലേ ശരിക്കും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ അധ്യക്ഷനായിട്ടൊക്കെ വരേണ്ടത്. ഇതുപോലെയൊക്കെ ചിന്തിക്കുവാനായിട്ട് ഈ പാപ്പയ്ക്ക് കഴിയുന്നുള്ളൂ. അതുപോലെ അനേകം പേർക്ക് കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്നവരുടെ എണ്ണം കൂടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ കാരുണ്യം കണ്ടിട്ടാകാം ലോകം മുഴുവൻ ഒരുതരം പുതിയ ട്രെൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമസി എന്ന് പറയുന്നത് ട്വിറ്റർ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ആ വിഭാഗത്തെയാണ്. അപ്പോൾ ഡിപ്ലോമസിയുടെ അഭിപ്രായത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ റീട്വീറ്റ് ഫേവറേറ്റ് നിരക്കുകൾ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയുടേതിനേക്കാൾ 8 ഇരട്ടിയാണ്. പാപ്പയുടെ ട്വീറ്റുകൾക്കാണ് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്നതെന്നും ഈ ഡിപ്ലോമസി പറയുന്നു. ഒബാമയുടെ ട്വീറ്റുകൾ 1210 തവണ റീട്വീറ്റ് ചെയ്യപ്പെടുമ്പോൾ മാർപ്പാപ്പയുടേത് 929 തവണ റീട്വീറ്റ് ചെയ്യപ്പെടുന്നു അത്രേ. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? മാർപ്പാപ്പ എന്ന കരുണയുടെ പ്രവാചകനെ ലോകം മുഴുവൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കരുണ കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യൻ തുടക്കം മുതലേ കരുണയെക്കുറിച്ച് തന്നെ പറയുകയുള്ളൂ. ആദ്യ പ്രസംഗങ്ങളിൽ തന്നെ മാർപ്പാപ്പ പറഞ്ഞു, മുറിവിണക്കൂ, കരുണ കാണിക്കൂ. ദൈവം കരുണയോടുകൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കരുണ എല്ലാവർക്കും നൽകൂ എന്ന്. സമർപ്പിതരോട് മാർപ്പാപ്പ പറഞ്ഞു, ബി ഗ്ലാഡ്, റിജോയ്സ്, റേഡിയേറ്റ് ദ ജോയ്, വേക്ക് അപ്പ് ദ വേൾഡ്. എത്ര സുന്ദരമായ പദങ്ങളാണ് നോക്കുക. അത് കരുണയുള്ള ആൾ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. ഐറീനിയസ് പറഞ്ഞതുപോലെ യഥാർത്ഥ ക്രിസ്ത്യാനി അസന്തുഷ്ടിയോടുകൂടി ഇരിക്കുക എന്നുള്ളതൊരു അസ്വാഭാവികതയാണ്. ബി ഗ്ലാഡ്, റിജോയ്സ്, റേഡിയേറ്റ് ദ ജോയ് ആൻഡ് ദസ് വേക്ക് അപ്പ് ദ വേൾഡ്. സന്തോഷപൂർവ്വം ലോകത്തെ തൊട്ടുണർത്തുക. ഈ
കരുണ എന്ന പദത്തിന് ഹെസദ് എന്ന ഹീബ്രു മൂലമാണുള്ളത്. ഹെസദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അല്ലെങ്കിൽ കണ്ടീഷൻസോടുകൂടി നോക്കിക്കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അതിവിശാലമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു സാഗരത്തെയോ ആകാശത്തെയോ ആണ്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഹെസദ്. ആകാശം പോലെ വിശാലം, ആഴി പോലെ ആഴമാർന്നത്. ആ കരുണയിൽ നിന്നും ഒരു തുള്ളി സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ കരുണയാണ് മറ്റൊരു തുള്ളിയായിട്ട് ലോകത്തിന് കൊടുക്കേണ്ടതും. ഇനി കരുണയുടെ വിവിധ തരത്തിലുള്ള നിർവചനങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നൽകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആദിമ പിതാക്കന്മാർ കരുണയെ എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്? പിതാക്കന്മാർ കരുണയെ നോക്കിക്കണ്ടിട്ടുള്ളത് കുറച്ചുകൂടി ആഴമാർന്ന വിധത്തിലാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, ക്ഷമയാണ് സത്യത്തിൽ കരുണ എന്നുള്ളത്. ദൈവകാരുണ്യം അനുഭവിച്ച ഒരാളാണിത് പറയുക. അതായത് ദൈവം അത്രമേൽ ക്ഷമയോടുകൂടി തന്നെ കാത്തിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ദൈവത്തിൻ്റെ വലിയ ക്ഷമയെയാണ് നമ്മൾ കാരുണ്യം എന്ന് വിളിക്കുക. കഷ്ടപ്പാടിന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം മിസറി എന്ന പദമാണ്. ഇനി കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ മേഴ്സി എന്ന പദം. ഇനി ഈ രണ്ട് പദങ്ങളെയും ലത്തീനിൽ മിസറി, മിസരേരെ എന്നീ പദങ്ങൾ കൊണ്ട് വിവക്ഷിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു നിർവചനം സുന്ദരമായിട്ട് തോന്നി. അപരൻ്റെ സങ്കടങ്ങളോട് തോന്നുന്ന സന്താപകരമായ ഹൃദയവേദനയാണ് കരുണ. അപരൻ്റെ സങ്കടങ്ങളോട് തോന്നുന്ന സന്താപകരമായ ഹൃദയവേദന. ശരിക്കും ഹൃദയ അലിവ് കൊണ്ടും ഹൃദയവേദന കൊണ്ടും ദൈവം വീണ്ടും വീണ്ടും ഹൃദയം പിളർത്ത് നൽകുന്നു, അപ്പമായിട്ട് മുറിച്ച് നൽകുന്നു. അതുതന്നെയല്ലേ കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപരനോടുള്ള കരുണാർദ്രമായ ഹൃദയം മിസേരും കോൾ എന്നതാണ് കാരുണ്യമായി മിസേരി കോർദിയ ആയി വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എന്നാണ് ഇദ്ദേഹം കരുതുന്നത്. ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സഭാപിതാക്കന്മാർ ഒരുപാട് ധ്യാനിച്ച് ചിന്തിച്ച് പിന്നെ സഭയുടെ പല കാലഘട്ടങ്ങളിലായി കാരുണ്യപ്രവർത്തികളെ തരംതിരിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതൊന്ന് അറിഞ്ഞുകൊണ്ടെന്ന് തോന്നുന്നു. ഈ കാരുണ്യപ്രവർത്തികൾ പണ്ടൊക്കെ നമ്മൾ കാറ്റഗിസം ക്ലാസ്സിൽ കാണപ്പടം പഠിക്കുമായിരുന്നു, കാരുണ്യപ്രവർത്തികൾ ഇവയ്ക്കാണെന്ന്. അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട്. കാരുണ്യപ്രവർത്തികൾ ശാരീരികങ്ങൾ, ആത്മീയങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ശാരീരികങ്ങൾ: ഒന്ന്, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത്, ദാഹിക്കുന്നവന് കുടിക്കാൻ നൽകുന്നത്, പാർപ്പിടമില്ലാത്തവന് വസതി നൽകുന്നത്, നഗ്നനെ ഉടുപ്പിക്കുന്നത്, കാരാഗ്രഹവാസികളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്നതും അവരുടെ മോചനദ്രവ്യം നൽകുന്നതും, രോഗിയെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്നത്, മരിച്ചവരെ സംസ്കരിക്കുന്നത്. ആത്മീയങ്ങൾ: അജ്ഞാനിക്ക് അറിവ് നൽകുന്നത്, ചഞ്ചലചിത്തരുടെ സംശയ നിവാരണം വരുത്തുന്നത്, പാപികളുടെ തെറ്റുതിരുത്തുന്നത്, കുറവുകൾ ഹൃദയപൂർവ്വം സഹിക്കുന്നത്, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുന്നത്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നത്. ഇനി കരുണ വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരിൽ നിന്നും കവർന്നെടുക്കാതിരിക്കുവാനുള്ള ഒരു ഉൾചോദനയും ഉണ്ടാകുന്നുണ്ട്. സഭാപിതാക്കന്മാരൊക്കെ ജോൺ ക്രിസോസ്റ്റവും ഐറേനിയൂസും എല്ലാ പിതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കട്ടം മുതലാണ്. നിങ്ങൾ കട്ടെടുത്തതാണ്, കട്ടെടുത്ത് തിരികെ കൊടുക്കണം. അതാണ് കരുണയെന്ന് പറയുന്നത്. അന്യൻ്റെ വസ്തു നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ കവർച്ച ആയി എടുത്തത് തിരികെ കൊടുക്കുക എന്നുള്ളത് കരുണയുടെ ഭാഗമായി മാറുന്നുണ്ട്. ഇതും ഒരു വഴിത്തിരിവാണ്. വീണ്ടും കരുണയുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ധാരാളം ചിത്രങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. കരുണയോടുകൂടി എല്ലാവരും നോക്കിക്കണ്ടയാൾ മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയത്രേ, അയാളൊക്കെ നമിക്കണം. കാരണം ഈ മനുഷ്യൻ പിരിഞ്ഞു പോകുന്ന സമയത്ത് പോലും അദ്ദേഹം കരുണയോടുകൂടിയാണ്, സ്നേഹിതരെ പോലെയാണ് കടന്നു പോകുന്നത്. രണ്ടുപേര് പിരിഞ്ഞു പോവുകയാണ്, എന്നിട്ടും സ്നേഹിതരെ പോലെ ആണ് പിരിഞ്ഞു പോകുന്നത്. അതൊരാളുടെ കരുണ കൊണ്ട് സംഭവിക്കുന്ന മാറ്റമാണ്. ഇതുപോലെ കരുണ ധാരാളമായിട്ട് കാണിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കാൻ കൂടി സാധിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞത്രേ, മനസ്സ് സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഓരോ ദിശകളിലേക്ക് അത് കൈമാറുക. പകയോ വെറുപ്പോ കോപമോ ഇല്ലാതെ
എല്ലാത്തിൻ്റെയും ഭാഗമാക്കുക. പരിധികളില്ലാതെ വികാസം തേടുന്ന ആ സ്നേഹചിത്തം കൊണ്ട് മുഴുവൻ ലോകത്തെയും ആലിംഗനം ചെയ്യുക. ഈ ക്രൂശിത രൂപം പോലും സത്യത്തിൽ മറ്റുള്ളവരോടുള്ള അനുഭാവത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഒന്നായി മാറുന്നു. ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ സഹിക്കുന്ന മനുഷ്യനെ ഉറ്റുനോക്കാനുള്ള ശ്രമമാണ് നടക്കുക. ഇതെഴുതിയത് ഫ്രഞ്ച് ചിന്തകനായ പീറ്റർ അബലേഡാണ്. അതായത് നമ്മളൊരു കുരിശു രൂപത്തിലേക്ക് നോക്കുമ്പോൾ സഹിക്കുന്ന മനുഷ്യനെ ഉറ്റുനോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉറ്റുനോക്കിക്കഴിയുമ്പോൾ എവിടെയൊക്കെയോ കനിവിൻ്റെ ഉറവ പൊട്ടുന്നുണ്ട്. ആ കനിവിൻ്റെ ഉറവയിലാണ് ഒരാൾ തന്നെ വീണ്ടും കണ്ടെടുക്കുന്നതും. ഒരാളെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക? കൺഫ്യൂഷ്യസ് നൽകുന്ന ഉപദേശമുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയോട് എന്ന മട്ടിൽ ഓരോ വ്യക്തിയോടും വ്യാപരിക്കുക. സാധാരണക്കാരുമായുള്ള വ്യാപാരങ്ങൾ ഒരു പൂജ അർപ്പിക്കുന്ന പോലെ ചെയ്യുക. നിങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ അവരോട് ചെയ്യാതിരിക്കുക. ഒരാളും നിങ്ങൾക്ക് എതിരില്ലാതിരിക്കട്ടെ. ഇനി കരുണ തുടങ്ങുന്നത് നമ്മളോട് തന്നെ കരുണ കാട്ടിക്കൊണ്ടാണ്. ആൽബർട്ട് ഫ്രൈഡ്ലാൻഡർ എന്നൊരു യഹൂദ പുരോഹിതൻ, അദ്ദേഹം ഒരു ചെറിയ പയ്യനായിരിക്കുമ്പോൾ ചുറ്റിലുള്ള ആളുകളൊക്കെ യഹൂദരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ദ്വേഷ്യമാണ് ഈ യഹൂദരോട്. ഒരു രാത്രിയിൽ അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് ഒരു പേന എടുത്ത് പേപ്പറിൽ തൻ്റെ ഗുണഗണങ്ങൾ ഒന്നായിട്ട് എഴുതാൻ തുടങ്ങി. അത് എഴുതി കഴിഞ്ഞിട്ട് അതെല്ലാം വായിച്ചു. എന്നിട്ട് അയാൾ തന്നോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇത്രയേറെ വെറുക്കപ്പെടേണ്ടവരല്ല, ഞാൻ ഇത്രയേറെ വെറുക്കപ്പെടേണ്ട ആളല്ല. അവനോട് തന്നെ കരുണ കാണിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ തന്നോടും മറ്റുള്ളവരോട് കരുണ കാട്ടിയ ഒരാളായിട്ട് അയാൾ അറിയപ്പെട്ടത്രേ. അപ്പോൾ കരുണ തുടങ്ങുന്നത് തന്നോട് തന്നെ കരുണ കാട്ടിക്കൊണ്ടാണ്. പിന്നീട് ആ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഒരാൾക്ക് സാധിക്കുന്നതും ഉള്ളിലുള്ള ഈ കരുണയുടെ പുഴകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. വീണ്ടും പുസ്തകത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കരുണ എങ്ങനെ മാനസികമായി ഒരാളെ വളർത്തുന്നു എന്നും പറഞ്ഞു തരുന്നുണ്ട്. കരുണ കാണിക്കുന്ന വ്യക്തികൾ പല രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടിയവരായി മാറുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഹൃദ്രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ പ്രത്യേകമായിട്ട് നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ ഉത്കണ്ഠ രോഗം മാറ്റാൻ കരുണപ്രവർത്തികൾ ശീലമാക്കി മാറ്റുക. ഇനി കരുണപ്രവർത്തികൾ നിരന്തരമായി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഫ്രീ റാഡിക്കൽസ്, ഇൻഫ്ലമേഷൻ മുതലായവയുടെ ഉൽപ്പാദനം വളരെ കുറയുന്നത് കൊണ്ട് അകാലനരയും വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്ന ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണത്രേ. അപ്പോൾ നിങ്ങൾക്ക് എന്നും യുവത്വത്തോടു കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആളുകൾക്ക് നന്മ ചെയ്യുക, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. ഈ റണ്ണേഴ്സ് ഹൈ എന്ന് പറയുന്നത് പോലെ ഹെൽപ്പേഴ്സ് ഹൈ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഒരാൾ അയാളുടെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ എത്തി നിൽക്കുമ്പോൾ അതിന് ഈ ഓട്ടക്കാരൻ്റെ റണ്ണേഴ്സ് ഹൈ എന്ന് പറയും. ഒരാൾ കാരുണ്യത്തിൻ്റെ ഒരു പീക്കിൽ നിൽക്കുമ്പോൾ അതിന് ഹെൽപ്പേഴ്സ് ഹൈ എന്ന് പറയും. അത് ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്? എൻഡോർഫിൻ നിങ്ങൾ ശക്തമായിട്ടുണ്ടാകുന്നു, ലവ് ടോണിക്കായ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നു. ഇതെല്ലാം നിങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രായത്തിന് അതീതരായി മാറുന്നു. നിങ്ങളുടെ ചർമ്മത്തിന് സ്നിഗ്ധതയും സൗന്ദര്യവും കൂടുന്നു, നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂടുന്നു, ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി സുന്ദരമായി മാറുന്നു, നിങ്ങൾ വീണ്ടും റീജുവിനേറ്റഡായി മാറുന്നു. ഡീജനറേഷന് പകരം റീജനറേഷൻ വരുന്നു. ഒരു പുതിയ ജീവിത രീതിയിൽ കടന്നു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതെല്ലാം മാറ്റങ്ങളാണ്. കാരുണ്യപ്രവൃത്തി നോക്കി നിൽക്കുന്നവരിൽ പോലും പ്രതിരോധ ശക്തി കൂടുന്നുവെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മദർ തെരേസ ഇഫക്റ്റ് എന്ന പേരിൽ അവിടെ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രബന്ധത്തിൽ പറയുന്നത്, മദർ തെരേസ കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന വീഡിയോ ചിത്രം കണ്ടു നിൽക്കുന്ന കുട്ടികളുടെ പ്രതിരോധ ശക്തി പോലും പെട്ടെന്നങ്ങ് 10 മടങ്ങായി. അങ്ങനെയാണെങ്കിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്ക് എത്രമാത്രം അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഇങ്ങനെ കാരുണ്യം ചെയ്യുന്നവരെയും അതിനനുഭവിക്കുന്നവരെയും മെച്ചമായ അവസ്ഥകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നൊരു പഠനവും. ഇതുപോലെ ഈ പുസ്തകത്തിൽ ധാരാളം കാരുണ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നിറച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകത്തിലൂടെ യാത്ര നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലും നന്മയുടെ പുതിയ കിരണങ്ങൾ വന്ന് മുട്ടി നിൽക്കുന്ന പോലെ ഏതൊക്കെയോ
കിരണങ്ങൾ വന്ന് നമ്മളെയും ക്ഷണിക്കുകയാണ്. ഇതൊരു എൻട്രൻസ് ആണ്, കാരുണ്യത്തിൻ്റെ പുതിയൊരു വഴിയിലേക്ക് നടക്കാനുള്ള ഒരു വാതായനം. ക്ഷണം സ്വീകരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളൊക്കെ നമ്മുടെ കൊച്ചു ലോകത്തിൽ മുറി വാതിലൊക്കെ കൊട്ടിയടച്ച് ഇതൊക്കെ തന്നെയാണ് സുഖമെന്ന മട്ടിൽ ജീവിക്കുകയാണ്. ഇരുട്ടെപ്പോഴും ചങ്ങാതി ഇരുട്ട് തന്നെയാണ്. നിങ്ങൾ ഇരുട്ടിനെ വെട്ടത്തിൻ്റെ ഒരുപാട് പര്യായ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചാലും ഇരുട്ട് തന്നെയാണ്. സ്വാർത്ഥത ഇരുട്ടാണ്, നിസ്വാർത്ഥതയാണ് വെട്ടം, കരുണയാണ് വെട്ടം. ഈ കരുണയുടെ വെട്ടത്തിലേക്ക് നമുക്കും കടന്നു പോകാം. അതിലേക്ക് ക്ഷണം തരുന്ന ഇത്തരം പുസ്തകങ്ങൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വൈദിക വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ചങ്ങാതി, നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു.